സമ്മർ സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്യോർ കോട്ടൺ ഹക്കോബ ഫ്രോക്സ് കേട്ടോ. സിംഗിൾ പീസ് എ ലൈൻ ഫ്രോക്ക്. ഇത് ഇതുപോലെയാണ് ഈ ഹക്കോബയുടെ ക്ലോസർ ഷോട്ട്. നല്ല രസമുള്ളൊരു മെറൂണിഷ് റസ്റ്റ് കളറാണ്. സെന്റർ പ്ലാക്കറ്റ് വിത്ത് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ ഇൻ ഹൗസ് ഫിറ്റിംഗ്സ് ആണ്. പ്രൈസ് വരുന്നത് 1200. 1200 ഇത് എന്തുകൊണ്ടാണ് ആയതെന്ന് വെച്ചാൽ നമ്മൾ ബുട്ടി കട്ടിങ് പോലെ സിംഗിൾ പീസ് കട്ടിങ് ആണ്, അല്ലാതെ നമ്മളിങ്ങനെ ഹ്യൂജ് വോളിയം ഇങ്ങനെ മെഷീൻ കട്ടിങ് അങ്ങനെ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ നല്ല ഫിറ്റിംഗ്സ് ആയിരിക്കും. പിന്നെ ഫാബ്രിക് റീറ്റെയിൽ കൗണ്ടേഴ്സിൽ പെർ മീറ്റർ ഒരു 250 അബവ് റേറ്റ് വരുന്ന ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിക് ബ്ലെൻഡഡ് മെറൂൺ ടോൺ 1200. റെഡി ഫോർ ഡെസ്പാച്ച്. ട്രൈ ചെയ്ത് നോക്കാം. കളറീസ് നല്ല രസമുള്ള ഒരു ഷാമ്പെയിൻ പിങ്ക് ടോൺ ആണ്. സമ്മർ സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ചെറിയൊരു പഫ് സ്ലീവ്സ് ഒക്കെ വെച്ച് സെന്റർ പ്ലാക്കറ്റ് ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എ ലൈൻ ടോപ്പ് എന്ന എ ലൈൻ ഫ്രോക്ക്. ആക്ച്വലി എ ലൈൻ ടോപ്പ് അല്ല, ഫ്രോക്ക് ആണ്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിസ്ത ഗ്രീൻ ടോൺ. ഈ ഹക്കോബ വർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ വെയർ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് ഈ ക്ലോസിൽ മനസ്സിലാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ചിക്കു ടോൺ. ബ്യൂട്ടിഫുൾ ചിക്കു. ഇത് ഓപ്പണബിൾ അല്ല കേട്ടോ, ക്ലോസ് ആയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു ഇല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള ഒരു ചിക്കു കളർ. അടുത്ത കളർ വരുന്നത് ഓഫ് വൈറ്റ്. ബ്യൂട്ടിഫുൾ ഓഫ് വൈറ്റ്. നല്ല രസമായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോഴും നമുക്ക് ഇട്ടിട്ട് പോവാം. നല്ല എന്തെങ്കിലും ജ്വല്ലറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അടുത്ത കളർ വരിക നല്ല രസമുള്ളൊരു ഓറഞ്ച്. ഇവിടെ ഇൻ ഹൗസ് ആണ്. വളരെ നല്ല ഫിറ്റിംഗ്സ് ആണ്. റെഡി ഫോർ ഡെസ്പാച്ച് ആണ്. അറൌണ്ട് ഒരു വീക്കിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി നമ്മളുടെ ബ്ലാക്ക് കളർ. അപ്പോൾ ഇത്രയും ഷെയ്ഡുകളാണ്. ഇത് വാഷബിൾ ആണ്. കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവത്തില്ല. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.